പക്ഷേ ഈ കാണുന്ന ജൂത ചട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എൻ്റെ പല ജൂത ഫ്രണ്ട്സും എൻ്റെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ്. സോറി ഫോർ ദ ജൂയിഷ് അണ്ടർവെയർ. ഓക്കെ, It doesn't matter. കണ്ടില്ലേ? It doesn't make sense, really. It doesn't make sense that some people get offended because for us it doesn't matter. അവൾ ജൂയിഷാണ്, അവൾക്കിത് പ്രശ്നമായില്ല. അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത്. പക്ഷേ ഇത് ഒഫൻഡ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ. അവൾക്ക് പ്രശ്നമില്ല. ജൂയിഷുകാർക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ ഇട്ട് 500 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബറുള്ള ആളുകൾക്ക് അത് 12,000 20,000 ആക്കണം. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ. ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് മാഹിന്റെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറഞ്ഞ ചാനൽ വഴി ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ തംബ്നെയിൽ ഇങ്ങനെയാണ്: ജൂതജട്ടി വിവാദം, ഇതാണ് എൻ്റെ മറുപടി, വിവാദങ്ങൾക്കുള്ള മറുപടി ഇതാണ്, ടെൽ അവീവ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംബ്നെയിലും ഒരു ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടു. ആൻഡ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാമായിരിക്കും, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം 1.5 ആഴ്ചയായിട്ട് മാഹിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന അല്ലെങ്കിൽ മാഹിനെതിരെ ഒരു പരിധിയിൽ കൂടുതലുള്ള സൈബർ ബുള്ളിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻലി മതപരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ആണ് ഞാൻ കണ്ടുവരുന്നത്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഓൾറെഡി 1-2 വീഡിയോ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പം എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻസ് എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഞാൻ വേറൊരു കാര്യം കൂടെ തുടക്കത്തിൽ തന്നെ പറയാം. ഇത്രയും ദിവസം ഒരു 50-50 ലൈക്ക് കുറച്ച് പോർഷൻസിൽ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ മാഹിന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു പകുതി ഭാഗം ഇസ്രായേൽ ജൂത ആളുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുത്തു തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു ഇന്നത്തെ മാഹിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മാഹിൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോ ഒരു പരിധിയിൽ കൂടുതൽ മാഹിനെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെ കാര്യങ്ങൾ മാഹിൻ വിഴുങ്ങിക്കളഞ്ഞു നല്ല ഒന്നാന്തരമായിട്ട് എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. എന്ന് വെച്ചിട്ട് ഞാനൊരു പരിധിയിൽ കൂടുതൽ മാഹിനെ കുറ്റം പറയാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അറ്റ് എനി കോസ്റ്റ് എനിക്ക് മാഹിന്റെ വീഡിയോകൾ ഇഷ്ടമാണ്, ട്രാവൽ വീഡിയോസ്. ഇനിയും ഞാനത് കാണും. എന്തായാലും ഞാൻ അധികം നേരം ഇനി ഇരുത്തി വെറുപ്പിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോസിൽ ഞാൻ കുറച്ച് പോർഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ തന്നെ മാഹിൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതെ വന്നപ്പോഴത്തേക്ക് ഒരു ന്യൂസ് ചാനലിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചുകൊണ്ടാണ് മാഹിൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നീട് ഈ ന്യൂസ് വന്നപ്പോൾ മാഹിനെ കാണാനില്ല എന്ന ന്യൂസായി. പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ച മാഹിനെ ഇസ്രായേലിൽ നിന്നാണ് ലാസ്റ്റ് അവസാനം കാണാത്തത്. അങ്ങനെ പിന്നീട് എൻ്റെ വാപ്പായൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ, ഞാനൊരു രാജ്യത്ത് വന്നു, ആ രാജ്യത്തെ മലയാളികൾ തന്നെ എന്നെ കൊത്തിയിട്ട്, എല്ലാവരും അല്ല, അതിലൊരു ചേട്ടൻ എന്നെ കൊത്തിയിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ മുസൽമാൻ എന്നൊക്കെ പറഞ്ഞു, അവൻ തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മാനസികമായിട്ട് അത് അഫക്റ്റ് ചെയ്തു. ഞാനൊരു വന്നപ്പോൾ അവിടുത്തെ മലയാളികൾ, എന്നെ സ്വീകരിക്കേണ്ട മലയാളികളായിട്ടുള്ള അവർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അവർക്ക് പറയാം, എന്നെ പേഴ്സണലി വിളിച്ച് പറയാമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മെൻ്റലി അഫക്റ്റ് ആയി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓഫ്ലൈനിൽ പോയത്. പിന്നീട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ദിവസം ഓഫ്ലൈൻ ആയത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പങ്കുവച്ചു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ച് പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ മാഹിനെ, നീ മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടിയിൽ നിന്ന് ഇടുമായിരുന്നോ, അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുമായിരുന്നോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ കണ്ടാൽ ഇടുമായിരുന്നു. അപ്പം ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് മാഹിൻ എന്താ പറയുക, ഇസ്രായേലിൽ പോയിട്ട് മനഃപൂർവ്വം ജൂത ചട്ടി എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടു, അത് എഡിറ്റ് ചെയ്ത് വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത്. പിന്നീട് ഞാൻ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. അതായത് അവിടത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു, അല്ല ചേച്ചി, അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും, അത് പിക്ചറിലായിട്ട് കാണിച്ചതും എഴുതിയതും, മനസ്സിലായില്ല. അപ്പം ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മനഃപൂർവ്വം വിദ്വേഷം കൊണ്ട് ജൂത ചട്ടിന്ന് ഉള്ള സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന്. പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു, അതാണ് അവൻ വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നീട് ഓക്കെ, ചേച്ചിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും നിങ്ങൾ മറ്റേ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പുച്ഛിക്കുന്നതിനോട് അല്ലെങ്കിൽ അവരെ ആ ഒരു കണ്ണിലൂടെ കാണുന്നതിനോട് ഒരു രീതിയിലും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കുമുണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ. ഈ കാസ്റ്റ് വൈസ് വെച്ച് നിങ്ങൾ ഈ സംസാരിക്കുന്ന പരിപാടി നിർത്തണം എന്ന് എല്ലാ ആളുകളോടും എൻ്റെ ഒരു അപേക്ഷയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പരിപാടി ചെയ്യരുത്. ദൈവവിശ്വാസികളായിരിക്കുമല്ലോ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അല്ലാതെ
ഈ ദൈവം പല മതത്തിൽ അല്ലെങ്കിൽ മതപരമായിട്ട് മാത്രമേ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു സാധനം മാറ്റിവെക്കുക. ഇനിയും ഇതൊരു കാലഘട്ടം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ നിങ്ങൾക്ക് ആർക്കും മുന്നോട്ട് വരാൻ പറ്റാത്തത്? എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നിയത് മാഹിന്റെ വിഷയത്തിൽ. അങ്ങനെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞ്, ഒരു മുസ്ലിം വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവനെ റിയാക്ട് ചെയ്ത് മറ്റേ തുപ്പുന്നത് ഞാൻ കണ്ടു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ മാഹിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോടും എനിക്കിപ്പോ യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിനു വേണ്ടിയിട്ട് മാഹിന്റെ ഈ ഒരു പറയുന്ന വീഡിയോ, ജൂതജട്ടിയുടെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന്റെ തമ്മിലൊക്കെ ഞാൻ മാഹിൻ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇപ്പോൾ കിടക്കുന്ന രീതിയിൽ അത് ചില ജൂതന്മാർക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് മാഹിൻ ഇപ്പോഴും അതിന്റെ തമ്മിൽ കിടക്കുന്നത്. ഓക്കെ, നീ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് നീ മാറ്റിയിട്ടില്ല. നീ ആദ്യമേ എഴുതി വെച്ചതിനകത്തൊന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മതത്തിനെ നീ ഇങ്ങനെ കുത്തേണ്ട കാര്യമില്ല മോനെ, അത് എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും. എന്തായാലും മാഹിന്റെ ആ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഈ ജൂതജട്ടി അല്ലെങ്കിൽ ജട്ടി മാർക്കറ്റ് എന്നൊക്കെ ഇവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും പൊരുളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ആ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. പ്രത്യേകിച്ച് ഇവൻ ആ മാർക്കറ്റിലോട്ട് പോകുന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കാണാം. വരുന്ന സാധനമാണ് കേട്ടോ, എല്ലാത്തിനും അങ്ങനെ എക്സ്പെൻസീവ് ആണ്. ഞാൻ അവസാനം നടന്ന് നമ്മുടെ ക്യാമൽ മാർക്കറ്റിൻ്റെ മുൻപിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമൽ മാർക്കറ്റ്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും കറക്റ്റ് ഓപ്പൺ ഒന്നും ആക്കിയിട്ടില്ല. 1920 മുതൽ ഉള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. പൊതുവെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു തെല്ലവീവ് നഗരത്തിൽ നിന്ന് കുറച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇവിടെ കണ്ടില്ലേ, ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ, ഇതാണ്ടേ ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്, അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. ഇവരെല്ലാം തന്നെ രാവിലെ അവരുടെ കടകൾ തുറക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആരും ഇതുവരെയായിട്ടും തുറന്നിട്ടില്ല കേട്ടോ. എല്ലാവരും എന്താ, നിങ്ങൾ ഈ പോർഷൻ കണ്ടല്ലോ, അതിന്റെ പേര് ക്യാമൽ മാർക്കറ്റ് എന്നാണ് ആ ഒരു മാർക്കറ്റിന്റെ പേര്, അല്ലാതെ ജൂതന്റെ ജെട്ടി മാർക്കറ്റ് എന്നല്ല. അതെല്ലാവരും ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക, മാഹിനും മനസ്സിലാക്കുക. ജെട്ടി മാർക്കറ്റ് എന്നല്ല ആ മാർക്കറ്റിന്റെ പേര്. പിന്നെ അവിടെ ജെട്ടി മാത്രമല്ല വിൽക്കാനിട്ടിരിക്കുന്നത്, അവിടെ വേറെയും കണ്ടല്ലോ, അവിടെ മാലയും വളയൊക്കെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ജെട്ടി മാർക്കറ്റ് അല്ലെങ്കിൽ ജൂതന്റെ ജെട്ടി എന്ന് പറഞ്ഞ് എഴുതി ആ ഒരു തംനെയിൽ കൊടുത്തതിനോട്, തംനെയിൽസ് എല്ലാം നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ തംനെയിൽസിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് ഒക്കെ കൊടുത്താണ് ഇടുന്നത്. ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ ആളല്ല, നിന്നെ കുറ്റം പറയാനായിട്ട് ആളല്ല. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു കാര്യം പറയുന്നു, ഒരു മതത്തെ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരും നെഗറ്റീവ് എഴുതിയിടാറില്ല. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും പോട്ടെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ വെക്കാത്ത ഒരു പോർഷനെ പറ്റിയും കൂടെ ഞാനിവിടെ സംസാരിച്ചു പോവാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ മാഹിൻ ഒരു പോർഷനിൽ പറയുന്നുണ്ട്, അതായത് ആളുകൾ പറഞ്ഞായിരുന്നെങ്കിൽ, അവിടുത്തെ ആളുകൾ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം വീഡിയോ തംനെയിൽ, അതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ വന്നിട്ട് ഞാൻ തംനെയിൽ മാറ്റി എന്നുള്ളത്. മോനെ, നീ തംനെയിൽ മാറ്റുമെന്നല്ല, അവിടുന്ന് വീഡിയോ ചെയ്ത ഒരു വ്യക്തി നിന്നോട് സംസാരിച്ചപ്പോൾ നീ അദ്ദേഹത്തിനോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നത്, നിന്നെ അവിടെ വെച്ച ആളുകൾ കണ്ടപ്പോൾ അവരോട് നീ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും എന്ന് വാക്ക് കൊടുത്തൊരു വ്യക്തിയാണ് നീ. എന്നിട്ട് നീ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല. നിന്റെ ഇഷ്ടം, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ട. ഡിലീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പോലും അതിന്റെ തംനെയിൽ നിനക്ക് പ്രോപ്പറായിട്ട് മാറ്റി കൊടുക്കായിരുന്നു. ഈ ജൂതന്റെ ജെട്ടി, ഈ ജെട്ടി പരിപാടി നിനക്ക് വിടായിരുന്നല്ലോ. നീ ഈ ഒരു വീഡിയോയിൽ ജെട്ടിയെ പറ്റി മാത്രമാണോടാ കാണിക്കുന്നത്? അല്ല മാഹിൻ, അത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ജസ്റ്റ് ഞാനിപ്പോ കാണിച്ചു തന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് പോർഷൻസിൽ മാത്രമാണ് ഈ ജെട്ടി പരിപാടി മാഹിൻ കാണിക്കുന്നത്. ആ മാർക്കറ്റിന്റെ ഒരു കടയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, അത് മാത്രം വെച്ചിട്ട് നീ തംനെയിൽ വിട്ടു. എന്നിട്ട് നീ അതിന്റെ പേരിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നിനക്കതങ്ങ് മാറ്റി കൊടുക്കാവുന്ന കേസേ ഉള്ളൂ മാഹിൻ. അവിടെ തീർന്നേനെ ഈ പ്രശ്നം. നീ വീണ്ടും ആ തംനെയിലിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ഇപ്പോഴും ആ തംനെയിലിൽ കിടക്കുന്നത്, ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, ഇപ്പോഴും അവിടെ കിടക്കുന്നത് ജെട്ടി എന്ന് പറയുന്ന ഒരു കേസിൽ തന്നെയാണ്. അത് വളരെ മോശം തന്നെയാണ് മാഹിൻ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വീഡിയോയിൽ നീ അത് മാത്രമല്ല കാണിക്കുന്നതെങ്കിൽ നിനക്ക് ഒരു ജാതി വെച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജൂതൻ എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റിനെ വെച്ച് നിനക്ക് കളിക്കാതെ വേറെ എന്ത് വേണമെങ്കിലും നിനക്കത് എഴുതി വെക്കായിരുന്നു. അത് നീ ചെയ്തില്ല. നിനക്ക് അതിന് റീച്ചിന് വേണ്ടി നീ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിനക്കത് മാറ്റി കൊടുക്കേണ്ടത് തന്നെയാണ്. അത് നീ പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല മോനെ. അതുകൊണ്ട് എനിക്കും നിന്നോട് ഇപ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ വീഡിയോ നീ ഇപ്പൊ ഇട്ട വീഡിയോയിലെങ്കിലും നീ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു റീസൺ പറയും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ പറയുന്ന റീസൺസ് കുറച്ചും കൂടെയൊക്കെ ക്ലിപ്പ് കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് സത്യം പറഞ്ഞ കൂട്ടുകാരാ നിന്നോട് ദേഷ്യം വരും. ഞാൻ ഇപ്പോഴും നിന്നെ കൂട്ടുകാരാന്ന് വിളിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് യു ആർ മൈ ഫ്രണ്ട്.
അതിപ്പം ഞാൻ മതം നോക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനിയും നിന്റെ വീഡിയോകൾ കാണും, ട്രാവൽ വീഡിയോസ് ഇനി വന്നാലും ഞാൻ കാണും. എനിക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ചില പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഞാനിവിടെ പറയുന്നു. ബാക്കിയും കൂടെ ഇനിയിപ്പം മാഹിൻ, ഞാൻ പറഞ്ഞില്ല, ഇസ്രയേലിൽ നിന്നൊരു വ്യക്തി, മാഹിൻ തന്നെ ആദ്യമേ കോണ്ടാക്ട് ചെയ്ത ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് മാഹിൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കാണും. ഇസ്രായേൽ വിരുദ്ധത അതിനകത്തുണ്ട്. അതായത് വളരെ മോശമായിട്ട് ഇസ്രായേലിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് പറയണം, നല്ല കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അതുപോലെ പറയണം, ശരിയാണ്. പക്ഷേ മോശമായിട്ടുള്ളത് മാത്രം ഒപ്പിയെടുത്ത് ഇത് കൊള്ളില്ല എന്ന് അവതരിപ്പിക്കുന്നത് ശരിയല്ല. പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ചേട്ടനെ വിളിച്ചതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. മലയാളികൾ പണ്ടത്തെ കേരള മലയാളികൾ, മലബാറി മലയാളികൾ എന്നെന്തോ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചേട്ടനെ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് സൗമ്യമായി എന്നെ ഇവിടെ പോകണം അവിടെ പോകണം കുറച്ച് വീഡിയോകളൊക്കെ അയച്ചു തന്നു, കുറച്ച് കല്ലറുകൾ പോകാൻ. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് കല്ലറുകൾ പോകാനല്ല, കല്ലറുകൾ പോകുന്നതിനുള്ള ഉൾപ്പെടെ തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു, മോശമായിട്ട് പറയണം, സത്യമായിട്ട് പറയണം, പക്ഷെ നീ അവിടെ പോയിട്ട് മാത്രം എന്താ പറയുക, അവിടെ മോശമായിട്ടുള്ള മാത്രം ഒപ്പിയെടുക്കുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ആദ്യം പറയുകയാണ്, ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇസ്രായേലി ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ്. വെൽക്കം ടു ഇസ്രായേൽ, വെൽക്കം ടു ടെൽ അവീവ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ആളുകളൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. കണ്ടില്ലേ, അത് യങ്സ്റ്റേഴ്സാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടെയുള്ള ആളുകൾ. ഫസ്റ്റ് എൻ്റെ ഒരു ഇംപ്രഷനാണ് കേട്ടോ. ഫസ്റ്റ് അവിടെ പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. അത് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും മോശമായിട്ട് ഒരു രാജ്യത്ത് ചിത്രീകരിക്കാനല്ല പോയത്. അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു, പല കാര്യങ്ങളും പറയാനായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇസ്രായേൽ ടെൽ അവീവിൽ ഇറങ്ങിയപ്പോൾ ഇതൊരു യൂറോപ്യൻ നഗരം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ കുറേ എന്താ പറയുക ഗാർബേജും സംഭവങ്ങളും, യൂറോപ്പിലും നല്ല ക്ലീനും ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. പക്ഷേ ചിലയിടങ്ങളിൽ കുറച്ച് ഗാർബേജും സംഭവം അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റി. ഇത്രയും വൃത്തിക്കിടയിൽ ചില സ്ഥലങ്ങൾ ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളും വിയേർഡായിട്ട് ഡ്രഗ് അഡിക്ട്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അപ്പം ഞാൻ ഒരിക്കലും ഈ രാജ്യത്തെ കുറ്റം മാത്രം ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നല്ല. കുറ്റം മാത്രം ഒപ്പിയെടുക്കാനാണെങ്കിൽ നേരെ ഞാൻ വിട്ടേനെ അങ്ങനെ ബ്ലൂസിലോ അല്ലെങ്കിൽ ജെനിലോ എന്നിട്ട് അവിടെ ആളുകൾ എങ്ങനെ എന്താ പറയുക അവരുടെ നാട്ടിൽ പിച്ചച്ചട്ടിയിൽ കഴിയുന്നു എന്നുള്ള കാര്യം എനിക്ക് നേരെ അവിടെ പോയിട്ട് അത് കാണിക്കാമായിരുന്നു. എന്നാൽ അതായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. അപ്പോ മാഹിൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എനിക്കും അങ്ങനെ ആ ഒരു രാജ്യത്തിന്റെ നെഗറ്റീവ് മാത്രം കാണിക്കാനായിട്ട് മാഹിൻ തന്നെ അവന്റെ വീഡിയോയിലെ ആദ്യത്തെ പോർഷൻസിന്റെ ക്ലിപ്പ് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നെഗറ്റീവ്, അവൻ എവിടെ ചെന്നാലും അവിടുത്തെ നെഗറ്റീവും കാണിക്കാറുണ്ട്, പോസിറ്റീവും പറയാറുണ്ട്. ഈ ഒരു വീഡിയോയിലും അവൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോകൾ അവൻ ആ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചു തരുന്നുണ്ടല്ലോ, അതിനകത്തൊക്കെ അവൻ പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ ഫ്രണ്ട്ലി ആണ്, എല്ലാം അവൻ പറയുന്നുണ്ട്. അവന്റെ ഭാഗത്തെ ശരികളായിട്ട് തന്നെ നമ്മൾ പറയണമല്ലോ. ആ രാജ്യത്തെ അവൻ മോശമായി കാണിക്കാൻ പോയി എന്ന് പറയുന്നതിനോട് ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവിടുത്തെ ജൂത ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ഒരു കളിയാക്കുന്ന രീതിയിൽ തന്നെ മാഹിന്റെ ആ ഒരു തമ്മിലും പരിപാടികളും ഉണ്ട് എന്ന ആളുകൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതിനകത്തുണ്ട്, ഇല്ല എന്നൊന്നുമല്ല, അവന്റെ വ്യൂസിന് വേണ്ടി അവൻ ചെയ്തതാണ്. പക്ഷെ അത് ഇത്രയും പ്രശ്നമാകുമ്പോൾ ആ വീഡിയോ, ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റി. ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ആള് മാറി ഞാൻ സംസാരിച്ച ഒരു വ്യക്തിയെ പറ്റി. എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ തമ്മിലും എല്ലാം മാറ്റി അല്ലെങ്കിൽ ട്രിം ചെയ്ത് എനിക്കത് കളയാം. അത് പക്ഷെ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമ്മൾ അങ്ങനെ ചെയ്യും, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു തെറ്റ് തിരുത്താൻ നമ്മൾ ചെയ്യണം. ആ ഒരു തെറ്റ് നമ്മൾ തന്നെ തിരുത്തണം. അല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പോലുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെ പോകാനല്ല നോക്കേണ്ടത്. അത് അപ്പം തന്നെ തിരുത്തണം. പക്ഷെ മാഹിൻ ഇതുവരെ ആയിട്ടും ആ ഒരു തെറ്റ് തിരുത്താൻ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങോട്ട് വന്നിട്ടില്ല. അതെനിക്ക് പ്രോപ്പറായിട്ട് മാഹിന്റെ വീഡിയോ ഇപ്പോഴും ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അതിന്റെ തമ്മിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അത് മോശം തന്നെയാണ് മാഹിൻ. ഇനി മാഹിൻ വേറൊരു ക്ലിപ്പും കൂടെ, ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് നോക്കിയേ. വേറൊരു മലയാളി ചേട്ടൻ, ഈ ചേട്ടനാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇല്ലേ, ഇത് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വന്നത്, യൂട്യൂബ് വീഡിയോസ് ചെയ്യാം, കുറച്ച് പക്വതയാവാം, നിനക്ക് ആളെ കാണിക്കാനും നിന്റെ ഹിഡൻ അജണ്ടകൾക്ക് വേണ്ടി നീ ഇടുന്ന ക്യാപ്ഷനെ യൂട്യൂബ് വീഡിയോ ചെയ്യാം പക്ഷെ പക്വതാവാം. അതാണ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ആക്ച്വലി പറയാനുള്ളത്. കാരണം കിച്ചി കിങ് നൊമാദ് എന്നാണ് അവൻ്റെ യൂട്യൂബിൻ്റെ പേര്. പറയാമല്ലോ, മുസൽമാനാണ്.
ഒരിക്കലും ചേട്ടൻ പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് പറയാമല്ലോ മുസൽമാനാണ്. അത് എന്ത് രീതിയിലുള്ള വർഗീയതയാണെന്ന് ഒരു വിദ്വേഷമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടന് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടാണോ ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയത്? പറയാമല്ലോ മുസൽമാനാണ്. അപ്പോൾ അത് ആക്ച്വലി എന്നെ ഭയങ്കര വലിയ രീതിയിൽ ഹർട്ട് ചെയ്തു. ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല. കാരണങ്ങളും ഞാൻ പല രാജ്യങ്ങളിൽ പോയപ്പോഴും പല മലയാളികളും എന്നെ മതഭേദം തന്നെയാണ് ആക്ച്വലി എന്നെ മുസ്ലിമാണെന്ന് നോക്കിയിട്ടില്ല. ഹിന്ദു ചേട്ടന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചേട്ടന്മാർ എന്നെ മുസ്ലിമാണെന്ന് നോക്കിയിട്ടില്ല. അവരെല്ലാം ഓപ്പൺ ഹാർട്ട് കൊണ്ടാണ് പല രാജ്യങ്ങളിൽ എന്നെ മലയാളികൾ എന്താ പറയുക സ്നേഹിച്ചതും ഇൻവൈറ്റ് ചെയ്തതും. പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചേട്ടൻ ഞാൻ മുസൽമാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ വന്നപ്പോൾ ഞാൻ ആക്ച്വലി കുറേ തകർന്നു പോയി, മനസ്സിലായില്ലേ? അപ്പോൾ ചേട്ടനാണ് ആദ്യം ആക്ച്വലി പക്വത കാണിക്കേണ്ടത്. ഒരാൾക്കെതിരെ ഒരു മതത്തിന്റെ പേര്. ഞാനും ഈ ഒരു കാര്യത്തിൽ മാഹിനോട് യോജിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാവോ, ഇപ്പോ ഈ വ്യക്തി ഇപ്പൊ മാഹിൻ കാണിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പിൽ ആ വ്യക്തി പറയുന്ന കണക്ക് അവൻ തുടങ്ങുമ്പോൾ തന്നെ ഹിച്ചാക്കിംഗ് നൊമാഡ് മാഹിൻ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ഒരു മുസൽമാൻ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഐറ്റങ്ങളെ ഞാൻ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എടാ എന്തിനാണ് എന്നിട്ട് മാഹിൻ പക്വത കാണിക്കണം? നീ എന്ത് പക്വതയാണ് കാണിക്കുന്നത്? ആ വീഡിയോ ചെയ്ത് ഞാനും അയാളുടെ ഫോട്ടോ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, മാഹിൻ ബ്ലർ ചെയ്തതുപോലെ. നീ എന്ത് പക്വതയാണ് കാണിക്കുന്നത്? ഒരു മതത്തെ വെച്ചിട്ടാണോടാ ഒരുത്തരെ നീ അഭിസംബോധന ചെയ്യുന്നത്? അവൻ കാണിച്ച തെറ്റാണെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുക. ഇല്ലെങ്കിൽ അവൻ അത്രയും വലിയൊരു മതത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ മാഹിൻ കളിച്ചു. ഞാൻ ഇല്ല എന്ന് ഇപ്പോഴും പറയുന്നില്ല. ആ ഒരു മതത്തിനെ അവൻ ചെറിയ രീതിയിൽ കളിയാക്കി എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇപ്പോഴും അത് മാറ്റാത്തതും അത് മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും അവൻ മാറ്റിക്കൊടുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എന്നാൽ പോലും അവൻ ചെയ്ത അതേ തെറ്റ് തന്നെ നമ്മളും ചെയ്യണമെന്നുണ്ടോ? എന്റെ പൊന്നു ചേട്ടാ, ആ വീഡിയോ ചെയ്ത ചേട്ടനോടാ ആ തെറ്റ് തന്നെയല്ലേ താനും ചെയ്യുന്നത്. തനിക്ക് അതിന് എന്ത് അർഹതയാണുള്ളത് അവനോട് പക്വത കാണിക്കണമെന്ന് പറയാൻ? അവൻ തെറ്റ് ചെയ്തെങ്കിൽ അതേ തെറ്റ് തന്നെ താനും ചെയ്യുന്നു. ഒരു കാസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് അവനെ എന്തിന്? അതിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് വിചാരിക്കുന്ന ഉണ്ട്. ഇവിടെ കുറെ ഐറ്റങ്ങളുണ്ട്. നമ്മൾ ചില ചാനൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ VK ബൈജു ചേട്ടനെയൊക്കെ തുടങ്ങുമ്പോഴേ പേര് കേട്ടല്ലോ അവൻ മുസ്ലിമാണ്. ഈ ഒരു ഐറ്റം ഇതിനോട് ഒരു രീതിയിലും ഈ ഒരു സാധനം ഇവിടെയുള്ള ചില ചേട്ടന്മാർ പറയുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാസ്റ്റിലുള്ള ആളുകളെ തള്ളി പറയാൻ തോന്നാത്തത്. അവരുടെ തെറ്റ് ഞാൻ കാണുമ്പോൾ തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ പോലും എനിക്ക് ആ ഒരു മതത്തിലുള്ള എല്ലാവരെയും കൂടെ എനിക്ക് തള്ളി പറയാൻ തോന്നാത്തത് ബാക്കിയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള മതത്തിലുള്ള ചില തെണ്ടികളുടെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരെ പൊക്കിപ്പിടിച്ച് ഈ തെറി പറയുന്നവരോടാണ് യോജിക്കാൻ പറ്റാത്തത്. അത് കാണുമ്പോഴാണ് നമുക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നത്. അത് ഇനിയെങ്കിലും ഇവനെ പോലുള്ള ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതെ, ചേട്ടൻ പറഞ്ഞിരുന്നു നീ ഇടുന്ന ക്യാപ്ഷൻസ് എല്ലാവരും നല്ലതുപോലെ എടുക്കണമെന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. അതെ, പക്ഷേ ഈ കാണുന്ന ജൂത ചട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എൻ്റെ പല ജൂത ഫ്രണ്ട്സും എൻ്റെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ്. സോറി ഫോർ ദ ജൂയിഷ് അണ്ടർവെയർ. ഓക്കെ, It doesn't matter. കണ്ടില്ലേ? It doesn't make sense, really. It doesn't make sense that some people get offended because for us it doesn't matter. അവൾ ജൂയിഷാണ്, അവൾക്ക് ഇത് പ്രശ്നമായില്ല. അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത്. പക്ഷേ ഇത് ഒഫൻഡ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ. അവൾക്ക് പ്രശ്നമില്ല. ജൂയിഷുകാർക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ ഇട്ട് 500 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബറുള്ള ആളുകൾക്ക് അത് 12,000 20,000 ആക്കണം. അതിനുവേണ്ടി എൻ്റെ പേര് ഉപയോഗിച്ചു. മോനെ മാഹിനെ, എന്റെ ആദ്യത്തെ ചോദ്യം വേറൊന്നുമല്ല. നീ ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ചോദ്യം തന്നെ, അത് വെച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെ ഞാൻ ചോദിക്കാം. നീ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ നിനക്ക് 20,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ടൈമിൽ ഞാൻ നിന്റെ വീഡിയോകൾ കാണാൻ തുടങ്ങിയാണ്. അരുണിമ, ആ പേര് ഞാൻ ഇവിടെ വലിച്ചടക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറയാണ്, ആ ഒരു പെൺകുട്ടി നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് നിന്നെ 10 ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും നിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാനും തുടങ്ങിയത് ഇവിടെ പല ആളുകളും. ഓക്കെ, നീയും അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കിടിമിടി കാണിച്ച് തന്നെയാണ് മോനെ കയറി വന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ 10,000 12,000 ഉള്ള യൂട്യൂബേഴ്സിനെ കളിയാക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ അടിച്ചത്, അത് അത്ര നല്ല പരിപാടിയല്ല. നീ എങ്ങനെയാണ് വന്നതെന്നും കൂടെ നീ ഒന്ന് ആലോചിച്ചാൽ മതി. നീ ട്രാവലറാണ്. നിന്റെ ആദ്യത്തെ വീഡിയോയിൽ തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ നിന്റെ കൂടെ ഒരു ട്രാവലർ ജോയിൻ ചെയ്തു. അപ്പത്തേക്ക് പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഇതൊക്കെ ചർച്ചാ വിഷയങ്ങളാകുന്നു. നീ അങ്ങ് കത്തി. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഇപ്പൊ മാഹിൻ ഇതിനകത്ത് കാണിക്കുന്നത്, അതായത് അവിടെയുള്ള ഒരു ജൂത പെൺകുട്ടിയോട് അവൻ ചോദിക്കുന്നു ഇത് വലിയ പ്രശ്നമാണോ, തെറ്റാണെങ്കിൽ സോറി എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. എടാ പൊന്നുമോനെ, നിന്റെ വീഡിയോ അവര് കാണാറുണ്ടോ? അവരെല്ലാവരും നീ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവാറുണ്ടോ? ഇല്ലല്ലോ. മലയാളത്തിലല്ലേ നീ സംസാരിക്കാറുള്ളത്? മലയാളികൾക്കല്ലേ കൂടുതൽ നിന്റെ വീഡിയോ, മലയാളികളാണ് നിന്റെ വീഡിയോ കൂടുതലും കാണാറുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അർത്ഥങ്ങൾ മനസ്സിലാവുന്നത് നമുക്കാണ് കൂടുതലും.
അതുകൊണ്ട് തന്നെ നീ അവിടെ ഉള്ള ഒരു ജൂത ഒരു അതും ഒരു മലയാളി വ്യക്തിയോട് ചോദിച്ചാൽ ചിലപ്പോൾ നിനക്കുള്ള കറക്റ്റ് ഉത്തരം കിട്ടിയേനെ. ഇത് നീ അവിടെ ഉള്ള അവിടുത്തെ ഒരു സിറ്റിസണോട് പോയി ചോദിച്ചിട്ട്, അല്ല നിന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ എങ്കിൽ പോലും അവർക്ക് പ്രോപ്പറായിട്ട് നിന്റെ വീഡിയോയിൽ എന്താണ് വരുന്നത് മനസ്സിലാവുന്നില്ല. ഇത് നിന്നെ ന്യായീകരിക്കാൻ വേണ്ടി നീ അവിടെ ഉള്ള ഒരാളെ പിടിച്ച് വിളിച്ചിരുത്തി ഡയലോഗ് അടിപ്പിക്കുന്നുണ്ടല്ലോ, അത് കാണുന്നവർ മണ്ടന്മാരല്ല എന്നെന്റെ കുട്ടനൊന്ന് മനസ്സിലാക്കണം. ഇത് എന്റെ അഭിപ്രായങ്ങളാണ്. ഞാൻ ഒരിക്കലും മാഹിൻ മൊത്തത്തിൽ തെറ്റുകാരൻ അങ്ങനെ അവനെ ചീത്തയാക്കിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ അവന്റെ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല, പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ഉടായ്പകളുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്താണെങ്കിലും, നിങ്ങൾ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾ ചിലപ്പോൾ മാഹിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കാണാത്തവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ ഈ കാണിച്ചെന്ന പോർഷൻസ് മാത്രം കണ്ടവർ കാണും. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക.